60+ ബ്രിജി കേട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഈ നല്ല ചൂടുകാലത്ത് വിവിധ തരം ജ്യൂസുകളാണ്. ഫ്രൂട്ട്സ് കൊണ്ടും പിന്നെ ലെമൺ, പിന്നെ കരിക്കും വെള്ളം, അതിൻ്റെ കാമ്പോട് കൂടി, അങ്ങനെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ജ്യൂസ് ഉണ്ടാക്കാം. പക്ഷെ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ഇതിൽ ഷുഗർ ഇടുന്നില്ല. ലെമണിൽ മാത്രം കുറച്ച് ഒരു ഡാഷ് ഓഫ് ഉപ്പും പഞ്ചസാരയും കൂടി വേണമെങ്കിൽ ഇടാം. ഐസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഐസ് ഇട്ട് കുടിക്കാം. അങ്ങനെ ഓരോന്ന്. ആക്ച്വലി ഇളനീരാണ് ഇത്. അതൊന്നും കണ്ടാൽ മനസ്സിലാവില്ല. അതിൻ്റെ കാമ്പോട് കൂടി അടിച്ചിട്ട് അങ്ങനെ ഇത് ഗ്രേപ്സ്, ക്യുക്കുംബർ ഞാൻ തൊലി എടുത്തതുകൊണ്ടാണ് ആ കളർ അങ്ങനെയായത്. ഇത് ബീട്രൂട്ട് ജ്യൂസ് ആൻഡ് ഇത് വാട്ടർമെലൺ ആൻഡ് ലെമൺ. ഇതിൽ ഏത് വേണമെങ്കിൽ എടുത്തിട്ട് അതുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ വെറുതെ വായ കൊണ്ട് കടിച്ച് തിന്നുന്നതിലും ബോറടിക്കുന്നതിന് പകരം ജ്യൂസായിട്ട് കുടിക്കുമ്പോൾ എളുപ്പമാണ്. പക്ഷേ ജ്യൂസ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ പഞ്ചസാരയുടെ കണ്ടൻറ്റാണ് ആലോചിക്കാം. പക്ഷെ ഇതിലൊന്നും പഞ്ചസാര ഇടാതെയാണ് അടിക്കേണ്ടത്. അങ്ങനെ ഇപ്പം ചെറുനാരങ്ങ മാത്രം വേണമെങ്കിൽ കുറച്ചൊരു ഡാഷ് ഓഫ് ഉപ്പും പഞ്ചസാരയും കൂടി ഇടാം. അപ്പോൾ ചിലതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ വയറിന് നല്ല സുഖമായിരിക്കും. ഇളനീര് അടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കാമ്പും കൂടെ വെച്ചിട്ടാണ് അടിക്കുക. അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം. ഒരു ഇളനീരിൻ്റെ വെള്ളം ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അത് വെട്ടിപ്പൊളിച്ച് കഷ്ടപ്പെടേണ്ട. അതിൻ്റെ ഹോൾ കുറച്ച് വലുതാക്കിയിട്ട് നമുക്കൊരു സ്പൂൺ കൊണ്ട് അതിൻ്റെ അകത്തു നിന്നും ഉള്ള കാമ്പ് നമുക്ക് എടുക്കാൻ പറ്റും. എല്ലാ ജ്യൂസും റെഡി ആയിട്ടുണ്ട്. ഏത് വേണമെങ്കിലും എടുത്ത് കുടിക്കാൻ നല്ല ടേസ്റ്റാണ്.